പിന്നെ എന്നിട്ട് പറയുന്ന ഫ്രയർ വാങ്ങിക്കാം, എയർ ഫ്രയർ. എയർ ഫ്രയർ എണ്ണയൊന്നും ഇല്ലാതെ തിന്നാനും, എണ്ണയൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്ത ഒരു സാധനം ഇല്ല, എന്തോ ഇലക്ട്രിക് ഫ്രൈ. എണ്ണ വേണ്ട, അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ തിന്നാനും എണ്ണയില്ലാതെ അങ്ങനെയൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള സാമാനങ്ങൾ വരുമാനിക്കുന്നത്. കുറെ സെന്റുകളുണ്ട്. ലാഭവും വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ പോകുന്ന ഫുള്ള് എന്തോ അസുഖങ്ങളുടെ വിവരങ്ങളും പലതയില്ല പലകളില്ല. അയ്യോ എന്തെല്ലാം എല്ലാ സാധനങ്ങൾ നമ്മുടെ ഫോണിനകത്തോട്ടിങ്ങനെ ഇട്ടോണ്ടിരിക്കുക. അസുഖങ്ങൾ ഫുള്ള് അസുഖങ്ങളാ. ഞങ്ങൾക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ല. ഞങ്ങള് ലോകത്തും അസുഖങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ലോകം അസുഖം ഈ ലോകം അസുഖമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണോ? കൊള്ളാമല്ലോ. നമുക്കറിയത്തില്ല എന്തുവാണ്. കുറെ ആൾക്കാരുണ്ട് മരുന്ന് കഴിക്കുക, മറ്റേത് കഴിക്കുക. ഡോക്ടർ സൈക്യാട്രിസ്റ്റും വലിയ വലിയ ഡോക്ടർമാരും ഇരിക്കുക. എന്റെ യൂട്യൂബിനകത്ത് കുറെ ആൾക്കാര് സർപ്പരോഗി ഒറ്റനെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. ഒരു മുസ്ലാമനെ അതിന് നാക്കുപോലും തിരിയുന്നില്ല. നാക്ക് വിടമേ അതിന് നാക്കുപോലും തിരിയുന്നില്ലമ്മേ. ൂസായി വന്നേക്കുന്നത് തെറിവിളിയാണ്. തെറിവിളിയാണ് ൂസായി വന്നേക്കുന്നത് തെറിവിളിയ. തനിത്തെറിയാ പറയുന്നത്. തനിത്തെറി അതിന്റെ അടിച്ച് കരണപ്പോഴേ സമയം കഴിഞ്ഞ അത് ആൾക്കാർ പറയുന്നത്. കുറെ പേര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവന്റെ കരണം അടിച്ച് പുകച്ചേനെയാണ് തന്നെ. അടിച്ച് പുകച്ചേനെയാണ് ഈ തനി തെറി പറയുകയാണ്. അവരിട്ടൊന്ന് പറഞ്ഞേ ചിരിക്കുക. വെറും തെറി പറഞ്ഞിട്ട് എന്റെ പെണ്ണുമ്പിളക്ക് ചെടിയൊക്കെ തീർന്നു. ആ കേട്ട പറ്റിക്കഴിഞ്ഞ ഇപ്പോൾ ഒരു പെപ്പളയും കൂടെ വെച്ചു. ഒരു പെപ്പളയും കൂടെ ഇവരും കൂടെ ഇരുന്നൊന്ന് തെറി പറയുക. ഒരു പെപ്പളയും വരും. മണക്കൂന്നൊരു പെപ്പളയും കണക്കൂന്നൊരു പെമ്പളെ. അതുപോലെ അവരുടെ ഭർത്താവിന് തളത്തിയിലേക്ക് നടക്കുക. ഇങ്ങനെ തളത്തിയിലേക്ക് പൈസ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അയ്യന്തോറും അവിടെ ഭർത്താവിന് ഇങ്ങനെ തളത്തിയിലേക്ക് ഇങ്ങനെ ഇൻഷുറൻസ് വാങ്ങിക്കൊണ്ട് ഇവർ അയ്യന്തോറും നടപ്പായിരിക്കും. ഇവരുടെ ഇങ്ങനെ നടക്കുക. ഇപ്പൊ മുത്തച്ചാറ കൂടെ ഇപ്പൊ തളത്തിയിലേക്ക് നടക്കുക. അവരിങ്ങനെ വടക്കേലായി സർവ്വ സമയവും അവിടെ വീട് വടക്കാം. പക്ഷെ അവരിങ്ങനെ വന്ന് വട്ടത്തിൽ കറങ്ങി ഇങ്ങനെയാ പോകുന്നത്. വലിയ രോഗം അവർക്ക് നടക്കുക. കഥ ഉണ്ടാക്കണമെന്ന് പട്ടി കുറച്ച കഥ. പട്ടി കുറയ്ക്കുമ്പോൾ ആരാ നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ കഥ. അതാ പട്ടി നോക്കണമെന്ന് അതാ പറഞ്ഞത്. ഇവിടെ പട്ടിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴേ കൂട്ടി. നമ്മുടെ വിലയും കൂട്ടി. കൂട്ടിയിട്ട് മുറിയാത്ത എടുക്കുന്നു. കടയുണ്ടാക്കുക. കൃഷിയെത്തിനും കൂടെ വരും. ഒരു വൃന്ദയെന്ന് പറയുന്നോട് വരും. അവിടെ കയറി അവിടെ ആ പെരക്കകത്ത് നിന്നോണ്ട് കട ആണുങ്ങളെ കൂടെ നിന്നോണ്ട്. വൃന്ദയെന്ന് പറയുന്നോട് വെച്ച് വന്നോണ്ട് അവിടെ കൂടെ കുറെ ജോലിക്കാരെ കൂടെ ആണുങ്ങളെ കൂടെ കയറിക്കൊണ്ട് ഞാനാ നിൽക്കുന്നതിന് കടയാ. അവിടെ കടയുണ്ടാക്കുവാ ജോലി. വൃന്ദയെന്ന് പറയുന്നോട് അവിടെ ഇങ്ങനെ നടക്കുക. ആണുങ്ങളുടെ കൂടെ നടന്നേക്ക് കടയുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കടയാണ്. ഞാൻ ഉച്ചയ്ക്ക് നേരെ പോയി അമ്പലത്തിൽ പോയി ചോറ് വാങ്ങിച്ച് ചോറ് വാങ്ങിച്ച് തിരിച്ചു വന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ സാധനം വാങ്ങിക്കാൻ പോയി. അത് ഇനി വന്നല്ലാതെ കണ്ട ആളുകളെ കൂടെ കയറി ഇരിക്കുകയല്ലായിരുന്നു ഞാൻ കേട്ടാ. കണ്ട ആളുകളെ കൂടെ അഴിഞ്ഞാളെ കയറി ഇരിക്കുവല്ലായിരുന്നു. കണ്ട ആളുകളെ കൂടെ കണ്ട ജോലിക്കാരാണുങ്ങളെ കൂടെ ഒന്നും അഴിഞ്ഞാളുന്ന കാര്യം ഞങ്ങൾക്കില്ല. കണ്ട ജോലിക്കാരാണുങ്ങളെ കൂടെ ഒന്നും അഴിഞ്ഞാളുന്ന കാര്യം ഞങ്ങൾക്കില്ല. ജോലിക്കാരെ കയറ്റിയിട്ടൊന്നും അഴിഞ്ഞാളുന്നുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ പേര് വന്ന് അഴിഞ്ഞാടിയാൽ മതി. ഇങ്ങോട്ട് വേണ്ട അഴിഞ്ഞാട്ടം. പട്ടിയെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ പട്ടിയല്ല. ഉടമസ്ഥന്റെ പ്രധാനമന്ത്രി പട്ടി പഠിച്ച് അവിടെ ആരും ചെയ്തത്. ഏത് ജാരനാണ് ഈ കയറുന്നത്? ഏത് ജാരനാണ് വരുന്നത്? അത് ഏത് ജാരത്തിയാ? ഞങ്ങളുടെ വീട്ടിൽ പട്ടിയും കുട്ടിയൊന്നുമില്ല. ഉടമസ്ഥന്റെ വീട്ടിലാ. പട്ടിയുടെ ഉടമസ്ഥനാണോ ഏതാണോ പട്ടി എവിടാണോ അതിന്റെ വീട്ടിൽ ആരും നോക്കിയാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ പട്ടിയും കുട്ടിയൊന്നും വെച്ചിട്ടില്ല. പട്ടികളൊന്നും പഠിക്കാനില്ല.
ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. മഴ പല പല എന്തുവാ ഗ്രാമം നിൽക്കുമ്പോ പട്ടി പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഫ്ലാറ്റിനകത്ത് പട്ടി. ആ എന്താ പറഞ്ഞറിയാമോ? 4-5 നിലയുള്ള ഫ്ലാറ്റിനകത്ത് പട്ടി പഠിക്കുന്നു. അതെല്ലാം വേലകളായിരുന്നു. വേലകളില്ലെങ്കിൽ ഞങ്ങൾ കണ്ടതാണ്. ഡൽഹിയിലുള്ള വേലകളുടെ ഇതുപോലെ കണ്ടതാണ്. നല്ലപോലെ അറിയാം. ഇവിടെയും അവിടെ എല്ലാം നടന്ന വേലകൾ. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാവുന്നത്. വേലയൊക്കെ ഇങ്ങോട്ടേക്കണ്ട വേലയൊന്നും. കയ്യിലെന്നെ ഇരിപ്പുണ്ട് അവിടെ മുതലുള്ള പിന്നിൽ ആക്ടിവിറ്റിമാരെ. ഒത്തിരി ആക്ടിവിറ്റി ഉണ്ട്. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൊണ്ടുവന്ന് തീറ്റ വിടുക, വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുപ്പിച്ച് വിടുക, വീടിന്റെ മുന്നിൽ എന്റെ മുറിയുടെ മുന്നിന്റെ കൊണ്ടുവന്ന് പൂവും അരിയും ഏതാണ്ടെല്ലാം ഇടുക. കൂടോത്രം പോലെ നമ്മളേതാണെങ്കിൽ പറയും കൂടോത്രം അതുകൊണ്ട് നമ്മളത് പേടിച്ചതാണെന്ന് പറയുന്നത്. ഞാൻ മതി പോകില്ല. പണ്ടായിരുന്നു പേടി കൂടോത്രമൊക്കെ. ഇപ്പൊ പേടിയില്ല. ഏക്കത്തില്ലെന്നറിയാം കൂടോത്രം. കൂടോത്രം ഏക്കുന്ന സമയത്ത് കഴിഞ്ഞു. നിനക്കൊക്കെ അങ്ങോട്ട് നീയൊക്കെ ചെയ്ത കൂടോത്രം തിരിച്ചു നിനക്കൊക്കെ ഏക്കത്തേ ഉള്ളൂ. നീയൊക്കെ ചെയ്ത കൂടോത്രത്തിന്റെ പാവങ്ങൾ നിനക്ക് തന്നെ ഏക്കത്തേ ഉള്ളൂ ഇനിയുള്ളത്. ദൈവം നിനക്കൊക്കെ തിരിച്ചു തരും. കൂടോത്രത്തിന്റെ ഫലമല്ലായിരിക്കും. കുറെ കൂടോത്രം ചെയ്തെന്തായാലും കുപ്പിക്കകത്തും ഇതിനകത്തൊരു കൂടോത്രം ചെയ്ത് വെച്ചിരുന്നത് ആളുകളെല്ലാം കണ്ടതുണ്ട്. ഇവിടെ കൂടോത്രം എടുക്കുന്നത് കല്ലിലവിടുന്ന് ഇണക്കിയപ്പോ ഈ കല്ല് കെട്ടാൻ ഇണക്കിയപ്പോഴുണ്ട് കൂടോത്രം ഇറങ്ങി വരുന്ന കുപ്പിക്കകത്തു. കുപ്പിക്കകത്തുനിന്ന് ചെമ്പ് തകിടിനകത്ത് ചെമ്പ് തകിട് കുപ്പിക്കകത്ത് കാപ്പുമോല ഇത് അടച്ചുകൊണ്ട് വെച്ചിരിക്കുക കൂടോത്രം. ഇതെന്താ പറ്റി കൂടോത്രം? എന്താ വേദിയോ ഒന്നും ഈശ്വരനുണ്ട്. ഈശ്വരൻ നിന്റെ ഒന്നും കൂടോത്രം അയച്ചിട്ടില്ല. നിന്റെ ഒന്നും കൂടോത്രം നിനക്ക് തന്നെ നീക്കിയേക്കത്തേ ഉള്ളൂ. അങ്ങോട്ട് സംസാരിച്ച പോലെ അടിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ സംസാരിക്കാം. പാവം അനക്കാനൊക്കത്തില്ല. നമ്മള് സംസാരിക്കരുത്. നിനക്ക് ആരാ ഇവിടെ ഇവന്ന് കൊള്ളാവുന്ന ആരാണ്? ഇന്ത്യ ഭരിക്കുന്നവരാണോ കച്ചവടമൊക്കെ? ഇയാളോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് എന്തായാലും പറയാവുന്നതായാലും ഞങ്ങളെ നോക്കിയിരിക്കുക. കുറെ അവന്മാരെ പിന്നീട് ഒരു ഉറങ്ങണ ഞങ്ങളെ നോക്കിയിരിക്കാതെ ഒരു ഉറങ്ങ് കഥ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുക. ആരാണ് ഇങ്ങോട്ട് കയറുന്ന കഥ? ഇതൊക്കെ ഉറങ്ങാൻ നോക്കല. ഇന്നോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക. ചെറുക്കനെ കൊന്നപോലെ നടക്കുക. കുറെ അവന്മാരും അമ്മമാരും പീഡിപ്പിച്ചോട്ട് നടക്കുക. കുറെ പീഡനക്കാരെ ഫോണും പൂണും എല്ലാം വെച്ച് കുറെ ആപ്പുമായിട്ട് ഇരിക്കുകമാര്. ആപ്പ് ഉപ്പുമായിട്ട് നിൽക്കുക ജോലി. ഏതാണ്ട് ചിപ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻജക്ഷൻ കൂടെ ചിപ്പ് തന്നിട്ട് ട്രാക്ക് ചെയ്ത് ഇങ്ങനെ പഠിക്കാൻ ജോലി. ട്രാക്ക് ചെയ്ത് വെച്ചോണ്ട് ട്രാക്ക് ചെയ്യുക ജോലി. ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങനെ ട്രാക്ക് ചെയ്ത് സാമാനം മുക്കിയാലോട്ട് മറ്റേതിനോട്ട് അടിക്കുക ജോലി. അവൻ വീടിന്റെ പട്ടിയെ പഠിപ്പിക്കുന്നു. അപ്പൊ കേട്ടില്ലല്ലോ പട്ടിയെ പഠിപ്പിക്കുന്ന സാമാനം വാങ്ങുന്നത്. ചോദിച്ചും മറന്നുപോയോ? നമ്മള് പറഞ്ഞില്ലയോ ഇതിന്റെ ഡയറക്ടർ ദിവസത്തിന്റെ കാര്യം ചോദിച്ചിട്ട് ആദ്യമൊക്കെ പത്രക്കാരും ചോദിച്ചില്ലയോ പട്ടിയെ പഠിപ്പിക്കുന്നതാണോ? മറന്നു അവിടെ ഒരുപാട് സാധനം കയ്യിലുള്ളത്. പട്ടിയെ പഠിപ്പിക്കുന്ന സാമാനമല്ല. പിന്നെ എങ്ങനെ ഈ ആളുകൾക്ക് അറിയുന്ന പട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ടെന്ന്? ആളുകൾക്കെല്ലാം അറിയാം പട്ടിയെ പഠിപ്പിക്കുന്ന സാധനമാണോ ആളുകളെ ഒഴിഞ്ഞറിയില്ലയോ. അതുകൊണ്ട് നടക്കുക ഉറങ്ങാത്ത സാമാനമായിട്ട്. ഇതൊന്നും ഉറങ്ങണ പാടില്ലാത്തതായിരിക്കും. സംസാരിച്ച ഉടനെ അടി തുടങ്ങും. അവരുടെ ക്ലാസ്സിൽ അടിക്കടാ. അവരെനിക്ക് തെറി വിളിക്കുന്നു. തെറിയോട് തെറി വിളിക്കുന്നു.